നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വളരെ മാതൃകാപരമായ ഒരു ഓണാഘോഷ പരിപാടി ഇന്നലെ തിരുവല്ലയിൽ നടന്നു. തെരുവോണം. തെരുവിൽ കഴിയുന്നവർക്കും സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും ഒപ്പം നന്മയുടെ കഥ പറയുന്ന ഓണം. ചേർത്തുപിടിക്കലിന്റെയും പങ്കുവെക്കലിന്റെയും കരുതലിന്റെയും നേർസാക്ഷ്യമായി മാറുകയായിരുന്നു നമ്മുടെ തിരുവല്ല ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച തെരുവോണം. തിരുവല്ലയുടെ മുൻ RDOയും സാമൂഹ്യ പ്രവർത്തകനുമായ PD ജോർജ് നേതൃത്വം നൽകുന്ന നമ്മുടെ തിരുവല്ല ചാരിറ്റബിൾ സൊസൈറ്റിയാണ് തെരുവോണം സംഘടിപ്പിച്ചത്. തെരുവിൽ ജീവിക്കുന്നവരോടും തെരുവിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരോടുമുള്ള ഐക്യദാർഢ്യമായി മാറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ തെരുവോണം. ശുചീകരണ തൊഴിലാളികൾ, ലോട്ടറി കച്ചവടക്കാർ, കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തെരുവിൽ കഴിയുന്നവർ, ആശാപ്രവർത്തകർ, നാമമാത്ര കച്ചവടക്കാർ, ട്രാഫിക് വാർഡന്മാർ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറയിലുള്ളവർ പരിപാടിയിൽ ഒത്തുചേർന്നു. ചടങ്ങിൽ മാർത്തോമാ സഭാ സെക്രട്ടറി റവറന്റ് EB മാമൻ മുഖ്യാതിഥിയായി. പത്തനംതിട്ട ജില്ലാ സബ് കളക്ടർ സുമിത് ഠാക്കൂർ, പത്തനംതിട്ട ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷംല ബീഗം, തിരുവല്ല DYSP P നന്ദകുമാർ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തു. അഗതികൾക്കും അനാഥർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകുകയും ഓണക്കോടി സമ്മാനിക്കുകയും ചെയ്തു. നമ്മുടെ തിരുവല്ല ചീഫ് കോർഡിനേറ്റർ PD ജോർജ്, കുര്യൻ ചെറിയാൻ, P ലാലച്ചൻ, ബിനോയ് പൗലോസ്, സനോജ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും വോളണ്ടിയേഴ്സായി തെരുവോണത്തിൽ പങ്കെടുത്തു. ഓണം ആഘോഷിക്കുന്നതായിട്ട് ഈ ഒരു വേളയിൽ ഓണത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പങ്കുചോദന നമ്മുടെ തിരുവല്ല എന്ന സംഘടന മാർത്തോമാ സഭയുടെ ആസ്ഥാനത്ത് എന്ന് വെച്ച് വളരെയധികം വിശ്വാസമുണ്ട്. സ്കൂളിൻ്റെ വിവിധ കൊള്ളൂരിൽ വിവിധ സ്നേഹങ്ങളും ജാതിമത ഭേദമന്യേ കുബേര വിജാസും ഒരുമിച്ച് പന്തിയിരിക്കുന്ന എന്നാണ് നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്നതായ സന്ദേശം പങ്കുവയ്ക്കുകയാണ്. അതുതന്നെയാണ് ഇത് ദോഷം അതിനുള്ള ഓണത്തിൻ്റെ സന്ദേശം. ഈ സന്ദേശം കൂടുതൽ വ്യാപകമാകും ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ കൂടി ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരും എല്ലാ ആശംസകളും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും. നമസ്കാരം. തിരുവല്ലയിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. തിരുവല്ലയിൽ മറ്റ് സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടില്ല. ഇത് നമ്മൾ അന്യവൽക്കരിക്കപ്പെട്ട ആൾക്കാർ, ആരും മുഖമില്ലാത്തവരുടെ ഞങ്ങളൊന്നിച്ചു കൂട്ടി. തെരുവിൽ അലയുന്നവർ, തെരുവിൽ കിടന്നുറങ്ങുന്നവർ, ഭിക്ഷക്കാർ, പിന്നെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ജീവിക്കുന്ന നമ്മൾ അന്യരെന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കിയത്. അതിന് തെരുവോണം എന്നാണ് ഞങ്ങൾ പേര് കൊടുത്തത്. തെരുവിലെ ഓണം, ഒന്നിച്ചൊന്നായി പോകുന്ന അതാണ് ഓണത്തിൻ്റെ സന്ദേശം.
ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നിച്ച് കൂട്ടിയിട്ട് അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അവർക്കൊരു ചെറിയ ഓണക്കോടി കൊടുക്കുക. ഇവിടെ നമ്മുടെ പരിപാടികളൊന്നും ഒരു നിശ്ചിത രീതിയിൽ പഴയ പോലുള്ള പ്രോട്ടോക്കോളിലൊന്നുമല്ല. നമ്മൾ സ്വാഗതം പോലും ഇല്ലായിരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ സമയം കളയുന്ന നമ്മുടെ ഒരു ചടങ്ങുകളാണ്. അപ്പം മാറ്റി നിർത്തപ്പെട്ടവരെ, അന്യവൽക്കരിക്കപ്പെട്ടവർ, അവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തുക. ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്നൊരു വലിയ സന്ദേശമാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. ഒരുപാട് പേരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ 86ാമത്തെ വിവാഹത്തിനുള്ള സഹായം ഇന്ന് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോരുത്തരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവരെ, രോഗികൾ, വിദ്യാർത്ഥികൾ, വീട് ആവശ്യമുള്ളവർക്കെല്ലാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ആവശ്യമായ എല്ലാം നൽകാൻ കഴിയുന്നു. ഇതുവരെ നമ്മളോട് ചോദിച്ചിട്ടുള്ള, അപേക്ഷ തന്നിട്ടുള്ള ഒരാൾക്ക് പോലും കൊടുക്കാതിരിക്കാൻ വന്നിട്ടില്ല. എല്ലാവരെയും കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് വൺ വരെ. അത് എത്ര പേർക്കായിട്ടാണ് ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത്? ഒരു 350 പേര്. ഞങ്ങൾ 325 പറഞ്ഞു, അത് 350 ആവും. 350 പേർക്ക്. അത് വലിയ, എനിക്കൊക്കെ ഒരു വലിയ അനുഭവമാണ്. കാരണം ആരും കാണാത്തവരെ, ആരും കേൾക്കാത്തവരെ അവരെ കാണുകയും അവരെ കേൾക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മൾ. അത് കുഞ്ഞുങ്ങളെല്ലാം ഇത് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കഴിയുന്നവരാണ്. നമുക്ക് ചുറ്റുമുള്ള അന്യവൽക്കരിക്കപ്പെട്ട, ആരും നോക്കാനില്ലാത്തവർ, അഗതികളെ, അവരെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതമാകും. അതാണ് ഓണം. അല്ല, ഒരു ദിവസം കൊണ്ട് ഓണം അവസാനിക്കത്തില്ല. നമ്മുടെ ഓണത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കണം. ആ ഒരു സന്ദേശമാണ് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ, തെരുവോണം എന്ന പരിപാടിയിലൂടെ നൽകിയത്. അതെ. എൻ്റെ പേര് സുഭദ്രാമ്മ. ഞാൻ കുറ്റൂരുള്ളതാണ്. ഞാനൊരു ഹരിതകർമ്മസേന അംഗമാണ്. പിന്നെ നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു തെരുവോണമെന്നും പറഞ്ഞൊരു പരിപാടി തുടങ്ങുന്നെന്നും പറഞ്ഞ് നമ്മുടെ അടുത്തുള്ള ആൾ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തതിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇത്രയും ആൾക്കാർക്ക് 10,000, പിന്നെ 50,000, പിന്നെ എല്ലാവർക്കും വന്നവർക്കെല്ലാം ആഹാരം, പിന്നെ വസ്ത്രം, ഇത്രയൊക്കെ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയത് കൊണ്ട് നമുക്കും അഭിമാനം. പേരെന്താ? സണ്ണി വർഗീസ്. സദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ല ഫുഡ്. ഓണക്കോടിയൊക്കെ കിട്ടിയിരുന്നു? കിട്ടി. ഗംഭീരമാണ്. നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു. നല്ല കൂട്ടാൻ, നല്ല അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലാതെ ആർക്കാനും വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. ഓണക്കോടിയൊക്കെ കിട്ടിയിരുന്നു? ഒരു ഓണക്കോടി കിട്ടി. താങ്ക് യു പീറ്റർ. ഈ ആർക്കുമില്ലാത്തവർക്കും ആശ്രയമില്ലാത്തവർക്കും ഒക്കെ ഒരു ഭാഗമാകുന്നവർ, അവരെ കരുതുന്നതൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ മനുഷ്യത്വം കാണിക്കേണ്ടത്. അപ്പം അതിന് ഈ പരിപാടിയിലൊരു ഭാഗമാകുന്നതിൽ ഞാനും വളരെ സന്തുഷ്ടനാണ്. ഏത് കോളേജിലാണ്? സ്കൂളാണ്. ഏത് സ്കൂളാണ്? ഓക്കെ. ആരാ ക്ഷണിച്ചത്? ഇവിടുന്ന് മാനേജ്മെന്റിന് ക്ഷണം വന്നായിരുന്നു. എന്നെ സംഘാടകർ വിളിച്ചിരുന്നു. ഇങ്ങനെ വന്നതാണ്. രാവിലെ മുതൽ ഇവിടുത്തെ വോളണ്ടിയറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി തോന്നി. കാരണം ഇതിൻ്റെ പേര് തന്നെ തെരുവോണമെന്നാണല്ലോ. തെരുവിലുള്ളവർ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്ത പലരിലേക്ക് നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ ഈ ഓണത്തിൽ ഒരു സന്തോഷം എത്തിച്ചേരുക, ആ സന്തോഷത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വരികയാണ്. പല അമ്മമാരെ കാണുമ്പോഴും എല്ലാം വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഈ ഓണത്തിന് ഇങ്ങനൊരു അവസരം ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമായി കാണുന്നു. നമസ്കാരം. സാറിൻ്റെ പേരെന്താ? പേര് കുര്യൻ ചെറിയാൻ. ഞാൻ തിരുവല്ലയിലാണ്. ഈ സംഘാടക സമിതിയുടെ ഇതിൻ്റെ കോർഡിനേറ്ററോടാണ്. ഓണം എന്ന് പറയുന്നത് ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയായിരുന്നു. നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഈ സമയം ഓർക്കുകയാണ്. അവരുടെയൊക്കെ ഒന്നിച്ചു വരുമ്പോൾ സ്നേഹവും കൂട്ടായ്മയൊക്കെ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഇന്ന് ആരെയും ഈ തെരുവിൽ കിടക്കുന്നവരെയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെങ്കിൽ ആരെയും ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ മക്കളെല്ലാം വിദേശത്തും പേരൻസ് എല്ലാം ആരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബന്ധങ്ങളോ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ടാകാൻ കാരണം ഒന്നിച്ചുള്ള ഒരു ആരും വേർതിരിവില്ല. അതാണ് ഒന്നിച്ചുള്ള, അതാണ് ഞങ്ങൾ ഈ മറ്റുള്ള തെരുവോണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത് ഏകദേശം 400ഓളം പേര് ഇവിടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ആരും ഇല്ലാത്തവരെന്നുള്ളതല്ല, ആരും ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. തെരുവിൽ കിടക്കുന്നവരുണ്ട്, ചെരുപ്പ് നാക്കുന്നവരുണ്ട്, കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പോലീസുകാരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, അങ്ങനെ പലവിധ മേഖലയിലുള്ള ആളുകളെയും പിന്നെ തെരുവിൽ കിടക്കുന്ന അന്തി ഉറങ്ങുന്നവരെയും വേദനിക്കുന്നവരെയൊക്കെ ആണ് ഞങ്ങൾ ഇന്ന് ഈ ഓണം എന്ന് പറയുന്ന അവരോടൊപ്പമാണ്. നമ്മുടെ തെരുവിലെ ആളുകളെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷമാണ് ഈ ഓണത്തിൽ കൂടി മാവേലി നാട് വാണിടും കാരണം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആ ഒരു സന്ദേശമാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ കൂടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓണക്കോടിയൊക്കെ കാരണം അവർക്ക് ഓണക്കോടി വസ്ത്രങ്ങൾ അവർക്ക് ഷർട്ട് ഓണക്കോടിയായിട്ട് നൽകുകയാണ്. മുണ്ട്, ഷർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് സാരി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് അവർക്ക് കൊടുത്തത്. അത് കൂടുതൽ രോഗികളാണ്, വയ്യാത്തവരാണ്, തെരുവിൽ കിടക്കുന്നവർക്ക് എല്ലാവർക്കും. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.